ഇന്ന് നമുക്ക് ടസറിൽ വന്നിരിക്കുന്ന കളക്ഷൻസാണ് കാണിക്കുന്നത്. സാരീസിൻ്റെ കളക്ഷൻസാണ് കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് ടസറിൽ നോയൽ ടസറിൽ വന്നിട്ടുണ്ട്, ദേശി ടസറിൽ വന്നിട്ടുണ്ട്, പ്ലെയിൻ ടസറിൽ വന്നിട്ടുണ്ട്. ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ടസേഴ്സ് ആണെന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം വീഡിയോസ് നമ്മൾ നമ്മുടെ ഇൻസ്റ്റയിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് കാണുന്നവർ നമ്മുടെ പേജ് ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഫോളോ ചെയ്യുകയൊക്കെ ചെയ്യുക. അപ്പോൾ അവരിൽ നിന്ന് നമ്മൾ 3 പേരെ വെച്ച് ടോട്ടൽ 9 പേർക്ക് ഗീവ് അവേ അനൗൺസ് ചെയ്യുന്നുണ്ട്. അപ്പം വേറെ അതിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക, അത് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം ഇന്ന് വന്നിരിക്കുന്ന കളക്ഷൻസ് ഏതൊക്കെയാണെന്ന്. നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് എയിൻസ് ബൊട്ടീക്ക് എന്നാണ്. എയിൻസ് ബൊട്ടീക്കിലിടുന്ന എല്ലാ വീഡിയോസും അതിനകത്തിടുന്ന എല്ലാ പോസ്റ്റുകളും എങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്നാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ യൂട്യൂബ് എടുക്കുക, നമ്മുടെ ഫോണിൽ യൂട്യൂബിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. യൂട്യൂബിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ ഒരു സെർച്ച് ബട്ടൺ കൊടുത്തിട്ടുണ്ട്, അതായത് ഒരു കണ്ണാടിയുടെ ഷേപ്പിലുള്ള ഒരു സെർച്ച് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് ജസ്റ്റ് എയിൻസ് എന്ന് അടിച്ചു കൊടുത്താൽ മതി. എയിൻസ് എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ ഇവിടെ എയിൻസ് ബൊട്ടീക്ക് എന്ന് വരും. എയിൻസ് ബൊട്ടീക്കിൽ ക്ലിക്ക് ചെയ്തു. എയിൻസ് ബൊട്ടീക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ജസ്റ്റ് എയിൻസ് എന്നുള്ള എംബ്ലത്തിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ഓൾറെഡി സബ്സ്ക്രൈബ്ഡ് എന്ന് കിടപ്പുണ്ട്. ആ സബ്സ്ക്രൈബ്ഡ് എന്ന് കിടക്കുന്നതിൻ്റെ ഇവിടെ ഒരു ആരോ മാർക്കുണ്ട്. ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഓൾ എന്നുള്ള ഒരു ഓപ്ഷൻ വരും. ആ ഓൾ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻസ് കറക്റ്റായിട്ട് കിട്ടും. പിന്നെ നമ്മൾ ഇനി അത് നമ്മൾ എങ്ങനെ എടുക്കണം, എങ്ങനെയാണ് ഈ നോട്ടിഫിക്കേഷൻ എവിടെയാണ് വരുന്നതെന്നുള്ളത്. അപ്പോൾ നമ്മൾ അത് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ഹോം പേജിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഈ ഹോം എന്നുള്ള ഇവിടെ ഒരു താഴെ കാണുന്ന ഐക്കണിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ മുകളിലൊരു ബെൽ ബട്ടൺ കാണും. ആ ബെൽ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ട് എയിൻസ് ബൊട്ടീക്ക് അപ്ലോഡഡ് ചുരിദാർ മെറ്റീരിയൽസ്, അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ കറക്റ്റായിട്ട് നമ്മൾ വീഡിയോസിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ ഇത്രയും ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ട് നമ്മളിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ എല്ലാ വീഡിയോസും നമുക്ക് കാണാനായിട്ട് പറ്റും. താങ്ക് യു. ഫസ്റ്റ് വരുന്നത് നമുക്ക് ദേശി ടസറിൽ വരുന്ന സാരിയാണ്. ദേശി ടസറിൽ 8750 8750 റേഞ്ചിൽ വരുന്ന സാരി. ഇത് നല്ലൊരു ബ്യൂട്ടിഫുൾ പീസാണ് കേട്ടോ. ഇതൊരു ബേജ് ടോൺ ആണ്. ബേജ് ടോൺ ബോഡിയിലെല്ലാം ഇങ്ങനെ ചെറിയൊരു ഡിസൈനാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ മുന്താണി വരുമ്പോൾ എപ്പോഴും നമുക്കൊരു 1 ടോൺ ഡാർക്കറിലാണ് മുന്താണി വരുന്നത്. അതിനകത്ത് ഇങ്ങനെ ഒരു സ്റ്റോണിൻ്റെ വർക്കാണ് വന്നിരിക്കുന്നത്. മുന്താണിയിൽ സ്റ്റോൺ വർക്ക് വരും. അതിൻ്റെ ബ്ലൗസ് വരുമ്പോഴും നമുക്ക് ഇതേപോലെ 1 ടോൺ ഡാർക്കറായിട്ടുള്ള ബ്ലൗസാണ് വരുന്നത്. ബ്ലൗസിൻ്റെ സ്ലീവെൻ്റിൽ 2 സ്ലീവിലും കൊടുക്കാനുള്ള സ്റ്റോൺ വർക്ക് ഇവിടെയും ഈ സൈഡിലും കൊടുത്തിട്ടുണ്ട്. ഉടുത്താൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ലുക്കുള്ള ഒരു സാരി ആട്ടോ ഇതൊക്കെ. ഇത് കാരണം നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ എടുത്തോട്ട് പോയി ഉടുത്ത് നമുക്ക് ഫോട്ടോയൊക്കെ അയച്ചു തന്നിട്ടുണ്ട് നമ്മുടെ കസ്റ്റമേഴ്സ്. നല്ല ബ്യൂട്ടിഫുൾ സാരീസാണ്. 8750. ഫുൾ ബോഡി ഈ ഒരു ഡിസൈൻ തന്നെയാണ്. മുന്താണിയും ബ്ലൗസും മാത്രം 1 ടോൺ ഡാർക്കറായിരിക്കും. അടുത്തത് അതിൻ്റെ നേവി ബ്ലൂ അതേപോലെ തന്നെ ബ്ലൗസ് ആൻഡ് മുന്താണിയുടെ എൻ പോർഷനിൽ നമുക്കൊരു സ്റ്റോൺ വർക്ക്. മുന്താണി അല്പം കൂടെ ഡാർക്കറായിട്ടുള്ള ടോൺ. പ്യുവർ ദേശി ടസറിൽ വന്നിരിക്കുന്ന സാരീസാണ്. ബ്ലൗസ് വരുമ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് നേവി ബ്ലൂവിൽ വന്നിരിക്കുന്ന ബ്ലൗസ്. ഇതേപോലെ സ്റ്റോൺ വർക്ക് വന്നിരിക്കുന്ന ബ്ലൗസ്. 8750 റേഞ്ചിൽ വരുന്ന സാരീസ്. പ്യുവർ ദേശി ടസറിൽ വന്നിരിക്കുന്ന സാരീസ്. അടുത്തത് വരുന്ന അതിൻ്റെ തന്നെ ഒരു റോയൽ ബ്ലൂവിൻ്റെ അല്പം കൂടെ ലൈറ്ററായിട്ടുള്ള ഒരു ടോൺ. ഇതിൻ്റെ ബോഡിയിലും സ്റ്റോൺ വർക്ക് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ബോഡിയിലും ചെറിയ സ്റ്റോൺ വർക്ക് വരും. എന്നിട്ട് മുന്താണി ആൻഡ് ബ്ലൗസ് ഇതേപോലെ കോൺട്രാസ്റ്റിൽ വന്നിരിക്കുന്ന മുന്താണി ആൻഡ് ബ്ലൗസ്. ഇതാണ് മുന്താണി വരുന്നത്. മുന്താണിയും ബ്ലൗസും ഈ ഒരു സ്റ്റോൺ വർക്ക്. ബ്ലൗസ് വരുമ്പോൾ ഇതാണ് ഈ റോയൽ ബ്ലൂവിൽ തന്നെ വരുന്ന ബ്ലൗസ്. അതിൻ്റെ സ്ലീവ് എൻഡിൽ ഈ ഒരു സ്റ്റോൺ വർക്ക് കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ സാരിയാണ്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള സാരി. പ്യുവർ ദേശി ടസറിൽ വന്നിരിക്കുന്ന സാരീസ്. 8750. അടുത്തത് വരുന്നത് നമുക്ക് ടസറിൽ തന്നെ പ്യുവർ ടസറിൽ തന്നെ വന്നിരിക്കുന്ന സാരി. അതിൻ്റെ ഒരു പാറ്റേൺ വന്നിരിക്കുന്നത് ഇങ്ങനെയാട്ടോ. ഇതൊരു ചെറുപയർ പച്ചയുടെ ഒരു ടോണാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 5680. 5680. ഒരു ചെറുപയർ പച്ച ഇങ്ങനെ ഒരു വെർട്ടിക്കൽ സ്ട്രൈപ്സ് പാറ്റേണിലാണ്. ടാസൽസ് ഒക്കെ കെട്ടിയിട്ടുണ്ട്. ഇതിന് മുന്താണി സെപ്പറേറ്റ് ഇല്ല, ഫുൾ ഇങ്ങനെ ആ ഒരു പാറ്റേണിൽ തന്നെയാണ്. ബ്ലൗസ് വരുമ്പോൾ ഇതേപോലെ ബ്ലൗസ്. ഇതും നല്ല ഉടുത്ത നല്ല ലുക്കുള്ള സാരിയാണ് കേട്ടോ. 5680. 5680.
ഫുൾ ബോഡി ഇങ്ങനെ തന്നെ. അടുത്ത് വരുന്ന അതിൻ്റെ ഒരു ബ്ലൂ ഷെയ്ഡ്, ഇതേ ബ്ലൂ, ഒരു നേവി ബ്ലൂ അങ്ങനെ ഭയങ്കര ഡാർക്കർ നേവി ബ്ലൂ അല്ല, നല്ലൊരു ഭംഗിയുള്ളൊരു ടോൺ. ഇതേപോലെ ഒരു ത്രെഡ് വീവ് ഡിസൈനുമാണ് വരുന്നത്. ബ്ലൗസ് ഇതിനകത്ത് ഇതേ സെപ്പറേറ്റ് ബ്ലൂവിൽ വരുന്ന ബ്ലൗസ് വരുന്നത് എപ്പോഴും ഈ ഒരു സെൻറ്റർ, ഈ ഒരു പോർഷനിലുള്ള ആ ഒരു കളറിലാട്ടോ ബ്ലൗസ് വരുന്നത്. ഈ ഒരു കളറിലാണ് ബ്ലൗസ് വന്നിരിക്കുന്നത്. ടാസൽസൊക്കെ കെട്ടിയിട്ടുണ്ട്. ബ്ലൗസിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. അടുത്തത് വരുന്നത് അതിൻ്റെ ഒരു ഗ്രേയിഷ് ടോൺ, ഗ്രേയിൽ അതിൻ്റെ ബ്ലൗസും പ്യൂർ ടസറിൽ തന്നെ വരുന്ന ബ്ലൗസാണ് കേട്ടോ. 5680. അടുത്തത് നമുക്ക് നോയൽ ടസറിൽ വന്നിരിക്കുന്ന സാരീസാണ്. 5450 റേഞ്ചിൽ വരുന്ന സാരീസ്. ഇതൊരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡാണ്, ലൈറ്റ് ബ്ലൂ ഷെയ്ഡ്. 5450 റേഞ്ചിൽ വന്നിരിക്കുന്ന നോയൽ ടസറിൽ വന്നിരിക്കുന്ന സാരീസ്. ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡ്, ഓൾ ഓവർ ദ ബോഡി ഇങ്ങനെ ഈ ഒരു എംബ്രോയ്ഡറി വർക്ക്. മുന്താണി വരുമ്പോൾ ഇങ്ങനെ വരും. ബ്ലൗസ് പീസ് വരുമ്പോൾ ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത്. ഇതിൻ്റെ പ്ലീറ്റ് എടുക്കുന്ന ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മുടെ യൂഷ്വൽ എല്ലാ എംബ്രോയ്ഡറി സാരീസിലും വരുന്ന പോലെ തന്നെ ലോവർ ഹാഫിലാണ് എംബ്രോയ്ഡറി വർക്ക് വരുന്നത്. ബാക്കി ഫുൾ ഇങ്ങനെ തന്നെയായിരിക്കും വരുന്നത്. 5450. അടുത്തത് വരുന്നത് അതിൻ്റെ ഒരു ബേജ് ടോൺ, ആ സെയിം പാറ്റേണിൻ്റെ തന്നെ ബേജ് ടോൺ. ലൈറ്റ് വെയ്റ്റ് ആണ്. നോയൽ ടസർ സാരീസ് എപ്പോഴും നല്ല ലൈറ്റ് വെയ്റ്റ് ആണ്, ഉടുക്കാനും സുഖമുള്ള സാരീസാണ് കേട്ടോ. 5450 ബേജ്. സ്ലീവെൻറ്റിൽ, ബ്ലൗസിൻ്റെ സ്ലീവെൻറ്റിൽ ഈ ഒരു സെയിം വർക്ക് തന്നെ വരും. അടുത്തത് വരുന്നതും ലൈറ്റ് ബ്ലൂവിൽ തന്നെ ഇങ്ങനെയാണ് ഡിസൈൻ വരുന്നത്. ലൈറ്റ് ബ്ലൂവിൽ ഇങ്ങനെയാണ് ഡിസൈൻ വരുന്നത്, ലൈറ്റ് ബ്ലൂ. ഇതിൻ്റെ എല്ലാം നമ്മൾ പ്ലീറ്റ് എടുക്കുന്ന ഭാഗത്തേക്ക് വരുമ്പോൾ ലോവർ ഹാഫിലാണ് വർക്ക് വരുന്നത് കേട്ടോ. ആദ്യത്തെ സാരിയുടെ കാണിച്ച പോലെ തന്നെ ഇതിൻ്റെ ബ്ലൗസിൻ്റെ സ്ലീവെൻറ്റിൽ ഇതേപോലെ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട്. ലൈറ്റർ ബ്ലൂ ടോൺ. അടുത്ത് വരുന്ന ഒരു ബേബി പിങ്ക് ഷെയ്ഡ്, പിങ്ക്. ആ ബ്ലൂവിൻ്റെ അതേ ഡിസൈൻ തന്നെ. അതേപോലെ തന്നെ നമുക്ക് സ്ലീവെൻറ്റിൽ ഇതേപോലെ വർക്ക് വന്നിട്ടുണ്ട്. സ്ലീവെൻറ്റിൽ ഈ ഒരു വർക്ക് വരും. അടുത്തത് വരുന്നത് ഒരു പീച്ച് ടോണിൽ ഇത് ഇങ്ങനെയാണ്. ഇത് 5850 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. 5850 പീച്ച് ടോണിൽ ഇത് ഇങ്ങനെയാണ് എംബ്രോയ്ഡറി വർക്ക് വന്നിരിക്കുന്നത്. നല്ല ഫിനിഷിംഗ് ഉള്ള നല്ല ബ്യൂട്ടിഫുൾ എംബ്രോയ്ഡറി വർക്കാണ് കേട്ടോ. അതേപോലെ തന്നെ ഇതിൻ്റെ പ്ലീറ്റ് എടുക്കുന്ന ഭാഗത്തേക്ക് വരുമ്പോൾ ഇതേപോലെയാണ് വർക്ക് വന്നത്. ലോവർ ഹാഫിലായിരിക്കും വർക്ക്. നമ്മൾ ഉടുത്ത് വരുമ്പോൾ നമ്മൾ കാണുന്ന പോർഷനിലെല്ലാം ഈ വർക്ക് ഉണ്ടാവും. ഒരു പീച്ച് ടോൺ. ഇതിൻ്റെ സ്ലീവെൻറ്റിൽ ഇതേപോലെ വർക്ക് കൊടുത്തിട്ടുണ്ട്. ബ്ലൗസിൻ്റെ സ്ലീവെൻറ്റിൽ ഇതേപോലെ വർക്ക് കൊടുത്തിട്ടുണ്ട്. 5850. അടുത്തത് വരുന്നത് വേറൊരു ഡിസൈൻ. ഇത് വരുമ്പോൾ ഒരു പർപ്പിൾ ടോണിൽ ഓൾ ഓവർ ദ ബോഡി ഇങ്ങനെയാണ് ഡിസൈൻ വരുന്നത്. 5850, 5850. ഇതിൻ്റെ മുന്താണി വരുമ്പോൾ ഇതേപോലെ ഒരു ജൂട്ട് മിക്സ് ആയിട്ട് വന്നിരിക്കുന്ന മുന്താണി.
നല്ല ബ്യൂട്ടിഫുൾ എംബ്രോയ്ഡറി വർക്കാണ് ബോഡിയിൽ വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ അതിൻ്റെ ബ്ലൗസിൻ്റെ സ്ലീവ് എൻഡിൽ ഇതാണ് വർക്ക് വന്നിരിക്കുന്നത്. നോയൽ ടസറിൽ വന്നിരിക്കുന്ന സാരീസാണ് ഇതെല്ലാം. ഇതിൻ്റെ പ്ലീറ്റ് എടുക്കുന്ന ഭാഗത്തേക്ക് വരുമ്പോൾ ഇതാണ് ഇങ്ങനെയാണ് കേട്ടോ വർക്ക്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഈ ടസർ സാരീസിൻ്റെ കളക്ഷൻസ്. ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങളുടെ വാട്സപ്പിലേക്ക് അയച്ചു തരിക. നമ്മൾ പോസ്റ്റായിട്ടോ കൊറിയറായിട്ടോ അയച്ചു തരുന്നതായിരിക്കും. പുതിയ പുതിയ കളക്ഷൻസുമായി നമ്മൾ വീണ്ടും കാണും. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.